അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പരിശുദ്ധ റമദാനിലാണ് നമ്മൾ ഉള്ളത്. നമുക്ക് ഒരുപാട് സങ്കടങ്ങളും ആഗ്രഹങ്ങളുമുണ്ട്. വിശുദ്ധ റമദാൻ ദുആഇൻ്റെ കാരുണ്യത്തിൻ്റെ മാസമാണ്. റമദാൻ മാസത്തിൽ എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ട്. റമദാനിൽ ഉത്തരം കിട്ടുന്ന ഈ പ്രത്യേക സമയങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ പ്രത്യേക സമയങ്ങളിൽ എന്ത് ദുആ ചെയ്താലും എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ഈ സമയം ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ റമദാനിലെ ഓരോ ദിവസത്തിലും 3 സമയങ്ങൾ വളരെയേറെ പ്രാധാന്യമുള്ളതാണ്. പാപമോചനം ഉറപ്പാണ്. ദുആഇന് ഉത്തരം ഉറപ്പാണ്. എന്ത് ചോദിച്ചാലും അല്ലാഹു തആല തരുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. കടബാധ്യത കൊണ്ട് കഷ്ടപ്പെടുന്നവർ, വീട് ഇല്ലാത്തവർ, വിവാഹം നടക്കാത്തവർ, മക്കളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നവർ, ഭർത്താവിൻ്റെ ദുസ്വഭാവം കാരണം വിഷമിക്കുന്നവർ, ഭാര്യയുടെ ദുസ്വഭാവം മൂലം വിഷമിക്കുന്നവർ, അസുഖം കാരണം ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉള്ളവരാണ് നമ്മൾ. ആദ്യം നമ്മൾ തേടേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ എപ്പോഴും അള്ളാഹുവിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇനി ദുആക്ക് റമദാനിൽ ഉത്തരം കിട്ടുന്ന സമയങ്ങളെക്കുറിച്ച് പറയാം. 1. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള സമയമാണ്. സൂര്യൻ ഉദിക്കുന്ന സമയം വരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. ഒരു ദിവസത്തിൽ അല്ലാഹുവിൻ്റെ ദിക്ർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, ദുആ ചെയ്യാൻ ഏറ്റവും നല്ല സമയം സുബഹിയുടെ സമയമാണ്. 2ാമത്തെ സമയം നോമ്പ് തുറക്കുന്ന സമയം. നോമ്പ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മഗ്‌രിബിൻ്റെ തൊട്ടു മുമ്പുള്ള സമയം. ആ സമയവും നമ്മൾ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തണം. ഈ സമയങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. നമ്മൾ വളരെ അശ്രദ്ധയോടെ ഇരിക്കുന്ന സമയമാണ്. ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. 3 ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നത് എന്ന് പറയുന്നത് 1 നോമ്പുകാരൻ്റേതാണ്. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന തട്ടിക്കളയുകയില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. 3ാമത്തേത് അത്തായ സമയം. അത്തായം കഴിക്കൽ സുന്നത്താണ്. അത് കഴിഞ്ഞുള്ള പ്രാർത്ഥനയ്ക്കും ഉത്തരം ലഭിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും.